നമസ്കാരം. വീണ്ടും വൈറ്റില പാലത്തിൻ്റെ അടിയിൽ ഈ പ്രാവശ്യം കുനിഞ്ഞു നിൽക്കാനല്ല വന്ന് നിൽക്കുന്നത്, കുഴൽപ്പണം എന്താണെന്ന് നിങ്ങളെ കാണിക്കാനാണ്. ഇത് മിസ്റ്റർ ഹരിദാസിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിവരാവകാശം ഒരു നിത്യത്തൊഴിലാക്കി മാറ്റിയേക്കുന്ന ആളാണ്. ഈ പാലത്തിൻ്റെ ഗതികേട് നിങ്ങൾക്കറിയാം. കാരണം ഈ പാലം പണിതിട്ട് ഒരു ഗുണവുമില്ല, വണ്ടി പോയില്ല, ഒരു ട്രാക്കിൽ കൂടിയാണ് പോകണം. ഇത് വെറുതെ അടച്ചു വെച്ചേക്കോട്, കാണാനല്ല അല്ലേ, ഇത് വെറുതെ അടച്ചു വെച്ചേക്കോട്. അപ്പോൾ ഈ പാലം എന്ന് പറയുന്നത് ഒരു അഴിമതിയുടെ കൂടാരമാണ്. അപ്പോൾ എന്നെ എല്ലാവരും കാണുന്നത് താനീ അഴിമതി കണ്ടുപിടിക്കുന്ന ആളാണ്. പക്ഷെ അഴിമതി ലെങ്സ് വെച്ച് കണ്ടുപിടിക്കുന്ന ആളാണ് ഹരിദാസ് ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഒരു വിവരാവകാശം എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് വൈറ്റില പാലമാണ്. വൈറ്റില പാലത്തിൻ്റെ ഈ റെയിൻ വാട്ടർ വെറും 24 ലക്ഷം രൂപയോളമാണ് ഇതിന് മുടക്കിയേക്കണേ. ഈ റെയിൻ വാട്ടർ, അതായത് മഴവെള്ളം പോവാൻ അങ്ങോട്ട് പോകാൻ നമുക്ക്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മരട് പാലമുണ്ട്, ക്രൗൺ പ്ലാസയുടെയും ലീമേഡിൻ്റെ അവിടെയുള്ള മരട് പാലം. അതുമേലെ ആവട്ടെ വെറും 88,000 രൂപ, അതായത് 1 ലക്ഷം രൂപ പോലും അവിടുത്തെ റെയിൻ വാട്ടറിൻ്റെ പാലത്തിന് വന്നിട്ടില്ല. 2 പാലവും ഏകദേശം നീളവും ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. ബാക്കി നമ്മുടെ ഹരിദാസ് തന്നെ പറയും. ഹരിദാസ്, ഇത് എന്താ സംഭവം? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ 3 പാലങ്ങളെ കണക്ട് ചെയ്തിട്ട് പറയണം. ഒന്ന് നമ്മുടെ പാലാരിവട്ടത്തെ പഞ്ചവടി പാലം പൊളിച്ചു പണിതപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇൻബിൽറ്റ് ഡ്രൈനേജ് സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. ഇൻബിൽറ്റ് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഡക്ട് സ്ലാബിലത്തെ ചളിവെള്ളവും അതുമാതിരി തന്നെ മഴവെള്ളവും പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. അപ്പൊ അതിന് 5 പൈസ ചെലവ് അതിന് എക്സ്ട്രാ വരുന്നില്ല. അത് ഈ ശ്രീധരന്റെ ബുദ്ധിയാണ്. അത് നമ്മുടെ വൈറ്റില മേൽപ്പാലത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ക്ലോറിനേറ്റഡ് വിനയൽ കോട്ടഡ് ക്ലോറൈഡ് പൈപ്പ് CPVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം പോകാൻ വേണ്ടിയിട്ട് ഫാക്ടറികളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും വീട്ടിലെ വാട്ടർ ഹീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഈ CPVC. അതായത് തിളച്ച വെള്ളം. അതാണ് ഈ പൈപ്പ്, ക്ലോറിനേറ്റഡ് പോളി വിനൈൽ കോട്ടഡ്. ഇതാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഈ പൈപ്പ് 1 മീറ്ററിന് 900 രൂപ വിലയുള്ളപ്പോൾ ഇത് ചെയ്യേണ്ട പൈപ്പിന് കേവലം 149 രൂപ മാത്രമാണ് വില എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് 1 മീറ്റർ 900 രൂപ. 900 രൂപ. അപ്പൊ 900 രൂപയ്ക്ക് ഈ വർക്ക് എന്തിന് ചെയ്തു എന്ന ചോദ്യത്തിന് ഇവിടുത്തെ കേരളത്തിന്റെ ചീഫ് എഞ്ചിനീയർക്ക് അറിയില്ല, ഇതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അറിയില്ല, PWയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിനും പറയണത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഇതിന് മറ്റൊരു തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്ത് ഒരേ ദിവസം ടെൻഡർ ചെയ്ത് ഒരേ ദിവസം കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളതാണ് കുണ്ടന്നൂർ മേൽപ്പാലവും നമ്മുടെ വൈറ്റില മേൽപ്പാലവും. ഇതിന്റെ കംപ്ലീറ്റ് ചുമതലകളും ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ഒരു പ്രൈവറ്റ് കൺസൾട്ടൻസിക്കാണ്. അതേസമയത്ത് കുണ്ടന്നൂർ മേൽപ്പാലം നമ്മുടെ സർക്കാർ ഉടമസ്ഥതയില്ല, ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിന്റെ കീഴിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ കാര്യം പറഞ്ഞു. അതായത് ഇൻബിൽറ്റ് ഡ്രൈനേജ് സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഇവിടെ ടെൻഡറിൽ ഇതിനു വേണ്ടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 23,50,000 രൂപയാണ്. ഇത് വർക്ക് കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്നത് 22,17,000 രൂപയാണ്. അതായത് ഈ വൈറ്റില പാലത്തുമേല് മഴവെള്ളം മഴവെള്ളം മാത്രമല്ല ചളിവെള്ളം അത് പോവാനിട്ടേക്കണത് 22,17,000 രൂപ. 22,17,000 രൂപ. അതായത് 22 ലക്ഷത്തിന് മേലെ രൂപയാണ് ഇവിടെ പൈപ്പ് ഇട്ടേക്കണത്. ഈ വെള്ളം പോവാൻ മഴവെള്ളം ഈ ഡക്റ്റില്, അതായത് ഡക്ട് സ്ലാബിൽ വരുന്ന മഴവെള്ളം. ഇത് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ബെന്നിയോട്. അതായത് ഇത് 90 ഡിഗ്രി സെൽഷ്യസിന്റെ ചൂടുവെള്ളം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ്. ഒരു കാരണവശാലും കൊട്ടേഷനിലും കാണിച്ചിരിക്കുന്നത് അതാണ്. ഈ ടെൻഡറിൽ, ഇതിന്റെ ടെൻഡറിലും ഇതിന്റെ കൊട്ടേഷനിലും ഇതിന്റെ എഗ്രിമെന്റിലും കാണിച്ചിരിക്കുന്നത് ഈ പൈപ്പാണ്. പക്ഷെ ഇവിടെ നിന്ന് കേവലം 3 കിലോമീറ്റർ പോയാൽ കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ ഇതേ സംഗതി ചെയ്തിരിക്കുന്നത് കേവലം 89,000 രൂപയ്ക്കാണ്. ഇതേ ഡ്രൈനേജ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് 89,000 രൂപയ്ക്കാണ്. ഇവിടെ 22,18,000 രൂപ ആയത് ഇവിടുന്ന് 1 കിലോമീറ്റർ മാറി ഇതേപോലെ തന്നെ ഒരു പാലം വെറും 88,000 രൂപ, 89,000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ല, ഇതാണ് കുഴൽപ്പണം. അതായത് അവിടെ ചെയ്തിരിക്കുന്നത് PVC പൈപ്പാണ്. ഇതിന് സത്യത്തിൽ അവിടെ 89,000 രൂപയുടെ അവിടെയും ചെയ്യണ്ട. വിവരമുള്ളൊരു കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ കേവലം 45,000-50,000 രൂപയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻ വാട്ടറും ഡ്രൈനേജിനും വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് ഉണ്ട്, SWR പൈപ്പ് എന്ന് പറയും. ആ പൈപ്പ് കൊണ്ട് ചെയ്യാവുന്ന പണി അവിടെ 89,000 രൂപയ്ക്ക് ചെയ്തപ്പോൾ ഇവിടെ അതിന് 22.5 ലക്ഷം രൂപ ചെലവാക്കാൻ എന്ത് ചേതോവികാരമാണ് നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും നമ്മളെ ഭരിക്കുന്ന സർക്കാരിനും ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ ബെന്നി. അതായത് ടെൻഡർ വാല്യൂ കൂടുമ്പോൾ കമ്മീഷൻ കൂടും.
ടെൻഡർ വാല്യൂ കൂടുമ്പോഴേ കമ്മീഷൻ കണക്ക് പറഞ്ഞ് മേടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ വിവരം 3-4 ഡിപ്പാർട്ട്മെന്റുകളോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൈപ്പ് ഇടാനുള്ള സാഹചര്യം ആർക്കും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ PWD മിനിസ്റ്റർ ഒരു ചർച്ചയിൽ അവിചാരിതമായിട്ട് അദ്ദേഹം വന്നിട്ട് കയറിയപ്പോൾ അദ്ദേഹത്തോട് ഈ സംഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പരിഗണിക്കുന്നുണ്ട്, ഇനി വല്ലതും പറയാണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ വിവരം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇതിന് നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞു. ഒന്നും എടുക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നത് വരയ്ക്ക് ഇത്തരത്തിലുള്ള താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരോടൊത്ത് ചേർന്നുകൊണ്ട് ഞാൻ ഇതിന് ഫൈറ്റ് ചെയ്യും. കാരണം നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ പാലം പണിഞ്ഞിരിക്കുന്നത്. 85 കോടി രൂപയാണ് ഈ പാലത്തിന് ചെലവായത്. 80 കോടി രൂപയാണ് കുണ്ടന്നൂർ മേൽപ്പാലത്തിന് ചെലവായത്. 165 കോടി രൂപ ചെലവാക്കിയിട്ട് കേരളത്തിലെ 20% ജനങ്ങൾക്ക് പോലും ഉപയോഗമില്ലാത്ത 2 പാലം പണിതിട്ട് ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾ കൂടി വന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകണം എത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മുടെ നികുതി പണം ഇവർ ചെലവാക്കുന്നത്. ഹരിദാസേ, നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പല പ്രശ്നങ്ങളുണ്ട്. വർഗീയതയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷേ അഴിമതി ഒറ്റ കാരണമല്ലേ നമ്മുടെ മക്കൾ ഈ നാട് വിട്ടു പോകാൻ കാരണം? അഴിമതി. ബെന്നിയുടെ മക്കളായാലും എൻ്റെ മക്കളായാലും നാട് വിട്ട് പോകാനുള്ള കാരണം അഴിമതി കൊണ്ട് ഈ കേരളം നന്നാവില്ലെന്ന് ബോധ്യമായതുകൊണ്ട് മാത്രമാണ്. ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലെ ഇടതുപക്ഷം വന്നിട്ട് ശരിയായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. കേവലം ഒരു 85,000 രൂപയ്ക്ക് തീർക്കാവുന്ന ഒരു പണിക്ക് 22,17,000 രൂപ ചെലവാക്കിക്കൊണ്ട് തിളച്ച വെള്ളം വരും. അത് തിളച്ച വെള്ളം നമ്മൾ ഇനി ഇത് തിളപ്പിച്ചിട്ട് ഒഴിക്കണം. എന്നിട്ട് വേണം ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വേറെ കാര്യം കൂടെ, ഇത്രയും കോടികൾ മടക്കിയിട്ട് ഇതിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് എന്താ പറയുക? നമ്മൾ ഈ കല്യാണത്തിന് പന്തലിടണ പോലെയൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇതിന്റെ കൺസ്ട്രക്ഷൻ അവിടെ നിൽക്കട്ടെ. കുണ്ടന്നൂർ മേൽപ്പാലം ഇരുന്ന കാര്യം എനിക്കറിയാലോ. കുണ്ടന്നൂർ മേൽപ്പാലം ഇരുന്നിട്ടുണ്ട്. മെട്രോ ഒരു വൺ ഓഫ് ദി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അതിൽ വെച്ചിരിക്കുന്ന PVC ഈ പറഞ്ഞ 149 രൂപയുടെ പൈപ്പാണ് അവിടെ വെച്ചിരിക്കുന്നത്. 900 ഒന്ന് നോക്കി നോക്കൂ. കേവലം ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഇല്ല. കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തൊട്ടടുത്ത് കാണിച്ചിരിക്കുന്ന പൈപ്പ് മെട്രോന്റെ ഇതിനേക്കാൾ ഉയരത്തിൽ നിന്നും പൈപ്പ് വെള്ളം വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിലൊരു പക്ഷെ ഇവർ പറയും പ്രഷർ താങ്ങില്ല. ഇത് കേവലം ആലോചിച്ച് നോക്കണം. 20 മീറ്റർ പോലും ഉയരമില്ലാത്തൊരു സ്ഥലമാണ്. ഇത്തരം പൈപ്പുകൾ 1 മീറ്ററിൽ 10 മീറ്ററിൽ 1 kg പ്രഷർ എടുക്കുന്ന ഒരു സാധനമാണ് ഈ സാധാരണ PVC. പൈപ്പിന്റെ ഫീൽഡിൽ ആയതുകൊണ്ടാണല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പൈപ്പ് കൊണ്ടു ഇറക്കുന്നതിന്റെ കണ്ണിൽ പെട്ടതും ഈ വിവരം പുറത്തു വരാനുണ്ടായ സാഹചര്യം. ഇതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അതുകൂടി പോവുകയാണ്. അപ്പൊ ലോറി കണക്കിന് ഈ പൈപ്പ് കൊണ്ടു ഇറക്കണു. ഒരു പാലം പണിയുടെ സ്ഥലത്ത് ഈ ക്ലോറിനേറ്റഡ് പോളിവിനൈൽ കോട്ടൺ മനസ്സിലാവില്ല. ഇത് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടു ഇറക്കണമെന്ന് ഞാൻ അത് ഇറക്കണവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതറിയില്ല കേട്ടാ പറഞ്ഞു. പിന്നെ അതിന്റെ പിന്നാലെ കൂടിയിട്ട് 6 മാസം ഒരുവിധ സർക്കാർ ഓഫീസുകൾ നിരങ്ങിയിട്ടാണ് എനിക്ക് ഈ മറുപടി കിട്ടിയിരിക്കുന്നത് ബെന്നി. കാരണം ആർക്കും അറിയാണ്ടല്ല, അറിയില്ലെന്ന് നടിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു നോക്കി. അവസാനം വിവരം തരേണ്ടതായി വന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹരിദാസ്, ഒരു കാര്യം പറയാം. താൻ വിവരാവകാശത്തിൽ കുറെ പണിയെടുക്കണം. പക്ഷെ ഇതിന്റെ അറ്റത്തെത്തിക്കണമെങ്കിൽ ഇതൊരു വിജിലൻസിന്റെ കോടതി പോകണം, അല്ലെങ്കിൽ CBIക്ക് പോകണം. അവിടെ ഞങ്ങൾ ജനപക്ഷം ഉണ്ട്. നമ്മൾ വീണ്ടും വിജിലൻസ് കോർട്ടിൽ ഇതിന്റെ ഒരു പരാതി കൊടുക്കണം. അപ്പൊ എനിക്ക് അതിന്റെ രേഖകളൊക്കെ ഒന്ന് കൈമാറി. ഓക്കെ, ഇത് വിവരാവകാശം വെച്ച് കിട്ടിയാൽ വൈറ്റില പാലത്തുമേല് മഴവെള്ളവും ചെളിയും പോകാൻ വേണ്ടി ഇട്ടേക്കണ പൈപ്പ് 22,18,000 രൂപ. ഇതേപോലത്തെ തന്നെ മരടിൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മാറിയുള്ള ഒരു പാലത്തിന് വെറും 88,000 രൂപ. എടാ മലയാളി, നീയൊക്കെ എന്ന് നേരെയാവും. ഏതായാലും ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഏറ്റവും രസമല്ലേ തന്നെ. എന്നിട്ടും പറയുന്നു ഞങ്ങളാണ് ശരി, അവരാണ് ശരി, ഇത് ചെയ്തിട്ടുള്ളവരാണ് ശരി. ഇത് വിളിച്ചു പറയുന്നവർ കൃത്യമായിട്ട് രാഷ്ട്രീയവാദികളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് അതെ കൃത്യമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയോട് കമ്മ്യൂണിസ്റ്റ് വിരോധം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് എന്ന് പറയുന്നതാണ് നമ്മളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ ബെന്നി അരാഷ്ട്രീയവാദി, ഒരു അരാഷ്ട്രീയവാദിനും പ്രസവിച്ചുണ്ടാവുന്നതല്ല. രാഷ്ട്രീയത്തിൽ ഇത്തരം പേക്കൂത്തുകൾ കൊണ്ട് മടുക്കുമ്പോ നമ്മളെ പോലുള്ളവർ അരാഷ്ട്രീയവാദി ആയി പോകണല്ലോ. എന്റെ ഈ ഇതിന്റെ അടിയിൽ വന്ന് പലരും ചോദിക്കാറുണ്ട്, ഈ വൈറ്റില പാലം തനിക്ക് സ്ത്രീധനം കിട്ടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് സ്ത്രീധനം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, തനിക്കും സ്ത്രീധനം കിട്ടിയെന്ന് കുറെ പൈസ പൊതുജനങ്ങൾക്ക് വേണ്ടി കളയുണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് കളയാണ്ട് എങ്ങനത്തെ വിവരങ്ങൾ പുറത്തു വരിക?
അപ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കണം, ഈ നാട്ടിൽ അഴിമതി ഇല്ലെങ്കിൽ സുന്ദരമായൊരു നാടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വൈറ്റിലെ പാലം ഒരു പോക്ക് പാലമാണ്. കുറേ കോൺട്രാക്ടർക്കും ഈ രാഷ്ട്രീയക്കാർക്ക് കമ്മീഷൻ അടിക്കാനല്ലാണ്ട് ഈ പാലം കൊണ്ട് വല്ല കൊണ്ടുണ്ട്. ഇത് അടച്ചു വെച്ചേക്കാണ്. നോക്കൂ, ഒരു ട്രാക്ക് അടച്ചു വെച്ചേക്കാണ്, എന്നിട്ട് അപ്പുറത്ത് കൂടി കറക്കി വിടുകയാണ്. പണ്ട് വൈറ്റിലെ പാലം ഒരു പോലീസുകാരനാണ് ഇവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഒരു CIയും 20 പോലീസുകാരുണ്ട്. അതുമല്ല, നമ്മൾ കണ്ണാടിക്കടവിൽ പോയി തിരിച്ചു തന്നെ ഈ പാലം ഉണ്ടാക്കിയിട്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, റഷ്യയിൽ കൊല ചെയ്യപ്പെട്ട നവൽനി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലവരായവർ മിണ്ടാതിരിക്കുമ്പോഴാണ് അഹിംസയും തിന്മയും വളരുന്നത്. അതുകൊണ്ട് ബെന്നി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോലുള്ളവർ ഇടപെടുമ്പോൾ നമ്മുടെ പ്രചോദനം ഇത്തരത്തിലുള്ളൊരു വാക്കുകളായിരിക്കണം എന്നാണ് എനിക്ക് പറയാൻ. പക്ഷെ ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്നില്ല, എന്തെങ്കിലും ആവട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ പാലം മുഴുവൻ അഴിമതിയാണ്. ഈ പാലത്തുമേൽ വണ്ടി പോലീസിന്റെ ഇത് വെച്ച് അങ്ങനെ ഇവിടെ ജാഥ നടക്കണോണ്ടല്ലോ, ഇതിൽ പോകാൻ പറ്റില്ല. ഒരു ട്രാക്കിൽ കൂടിയാണ് സഹോദരനായപ്പോൾ. എന്നിട്ട് ഈ വെറുതെ അന്തം കമ്മികൾ, അടിമകളായിട്ടുള്ള ക്യാപ്സൂളുകൾ വന്നു എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആദ്യം നിങ്ങൾ ഇത് അന്വേഷിക്കൂ, ഈ കുഴൽപ്പണത്തിൽ, ഈ പൈപ്പിട്ട പണത്തിൽ എങ്ങനെയാണ് ഇത്ര വ്യത്യാസമെന്ന്. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് MP-മാർ കവലപ്രസംഗം നടത്തുമ്പോൾ ആണൊരുത്തൻ, നട്ടലുള്ള ഒരുത്തൻ, രാജ്യസ്നേഹിയായ ഒരുത്തൻ തുറന്നു ചോദിക്കണം. മന്ത്രി രാജീവിനോടും പിണറായിനോടും ജയരാജനോടും മറ്റ് മന്ത്രിമാരോടും ചോദിക്കണം, എങ്ങനെയാണ് വെറും ഒരു പൈപ്പിൽ നിങ്ങൾ 21 ലക്ഷം രൂപ കട്ടെടുത്തത്, അഴിമതി നടത്തിയതെന്ന് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവട്ടെ. പച്ചക്ക് പറയുകയാണ്, നന്നാവണം. താങ്ക് യു വെരി മച്ച് ഹരിദാസ്, താങ്ക് യു വെരി മച്ച്. ഞങ്ങളും പോവാണ്. പക്ഷേ ഇനി വിജിലൻസിൽ പോയാൽ എത്ര കൊല്ലം എടുക്കുമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ നമുക്ക് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഇടപെടാം. ഓക്കെ, നിങ്ങളും പ്രതികരിക്കുക മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്.